ഗുഡ് മോർണിംഗ് എവരിബഡി. ലിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ഓപ്പൺ കോഴ്സ് ഫിലിം സ്റ്റഡീസ് ആണ് ഇന്നത്തെ ക്ലാസ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ബേസിക് ടെർമിനോളജി ഓഫ് ഫിലിം മേക്കിംഗ് എന്ന വലിയ ചാപ്റ്ററിൻ്റെ 3-ാം ഭാഗത്താണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. ഫിലിം എഡിറ്റിംഗ് ആണ് ഇനി നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. We know what is film editing. Film editing is a part of the creative post-production process of filmmaking. We know there are three phases of filmmaking. First one is production, second one is first one is pre-production, second one is production, and third is post-production. And editing is part of the post-production process. The term film editing is derived from the traditional process of working with film. Traditionally we are working with film. From that word editing is derived. But now it increasingly involves the use of digital technology. We are now editors. നമ്മളിന്ന് നമ്മളെ കൂട്ടത്തിൽ പലരും ഇന്ന് എഡിറ്റേഴ്സാണ്. നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി വന്നതിന് ശേഷം നമുക്കൊക്കെ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ദ ഫിലിം എഡിറ്റർ വർക്ക്സ് വിത്ത് ദ റോ ഫുട്ടേജ്. എന്താണ് ഫിലിം എഡിറ്റിംഗ് നടത്തുന്നത്? ഒരു എഡിറ്റർ നടത്തുന്നത്, എഡിറ്റർ വർക്ക്സ് വിത്ത് ദ റോ ഫുട്ടേജ്. നമ്മളെടുത്തുള്ള ഫുട്ടേജുമായിട്ട് വർക്ക് ചെയ്യുന്നു. റോ മീൻസ് അതിൻ്റെ സംസ്കൃതം, നമ്മൾ എടുത്തിട്ടുള്ള ഷോട്ടുകൾ. സെലക്ട് ഷോട്ട്സ് ആൻഡ് കമ്പൈനിങ് ദം ഇൻ ടു സീക്വൻസസ് ടു ക്രിയേറ്റ് എ ഫിനിഷ്ഡ് മോഷൻ പിക്ചർ. To get a combined motion picture, we are working with raw footages, selecting shots and combining them into a sequence. That is the editing. Film editing is often referred to as the invisible art. അദൃശ്യമായ കല എന്ന പേരിൽ പലപ്പോഴും ഇതിനറിയപ്പെടുന്നു. A film editor must creatively work with the layers of images, story, dialogue, music, pacing, as well as actors' performance to effectively reimagine and even rewrite the film to craft a cohesive whole. ഒരു ഫിലിമിനെ ഒരു ടോട്ടാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു കൊഹസീവ് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഫിലിം എഡിറ്റേഴ്സ് ചെയ്യുന്നത്. അതിൻ്റെ ഇമേജസിൻ്റെ ലേയേഴ്സ് ഓഫ് ഇമേജസിൽ അവർ വർക്ക് ചെയ്യുന്നു. സ്റ്റോറി, ഡയലോഗ്, മ്യൂസിക്, പേസിങ്, അതിൻ്റെ ഒരു സ്പീഡ്, ഇതിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നു. Editors usually play a dynamic role in making a film. In making a film, editors have a dynamic role. Their role is very prominent, and we could not deny their presence in a film. Next, editing, different types of editing. First one, chronological editing. Chronology എന്ന് പറഞ്ഞാൽ കാലഗണനക്കനുസരിച്ച് ഉള്ളതിനെയാണ് ക്രോണോളജി എന്ന് പറയുന്നത്. അപ്പോൾ കാലഘടനക്കനുസരിച്ചിട്ട് ഫിലിമിനെ എഡിറ്റ് ചെയ്യുന്നതാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയാം. ഒരു കുട്ടി ജനിക്കുന്നു, അത് വലുതാകുന്നു, കുറച്ചും കൂടി വലുതാകുന്നു, അഡോളസെൻ്റ് ഏജിലേക്ക് എത്തുന്നു, യുവാവാകുന്നു, അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു. ആ ഒരു ഓർഡറിൽ പോകുന്നതിനെ, ഒരു ഉദാഹരണമാണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ പോകുന്നതിനെയാണ് നമ്മൾ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് സിനിമ ഉണ്ടാക്കുന്നതിനെയാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയാം. Editing that follows the logic of a chronological narrative. One event follows subsequently from another. One event follows the another, and time and space are logically and unproblematically represented. Time and space are unproblematically represented or combined in this film. Time and space ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രശ്നമില്ലാത്ത തരത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ക്രോണോളജിക്കൽ എഡിറ്റിംഗ് എന്ന് പറയാം. ക്രോസ് കട്ടിംഗ് ഓർ പാരലൽ എഡിറ്റിംഗ്. The linking up two sets of actions, those run concurrently and are interdependent within the narrative. രണ്ട് ആക്ഷൻസ് ഒരേപോലെ പോകുന്നു. ഒരു ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഇങ്ങനെ പോകുന്നു, മറ്റേ ഭാഗത്തുനിന്ന് വേറൊരു ആക്ഷൻ പോകുന്നു. ഈ രണ്ട് ആക്ഷൻസും ഇങ്ങനെ പോയിട്ട് അവസാനം ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഒരു നായകനും ഒരു നായികയും, നായകൻ ഒരു സ്ഥലത്ത് ജീവിക്കുന്നു, അയാൾ വളർന്നു വരുന്നു. നായിക മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്നു, അവരിങ്ങനെ വളർന്നു വരുന്നു. ഇവർ രണ്ടുപേരും പാരലായിട്ട് വളരുന്നതിൻ്റെ ഒരു സീൻ കൊടുക്കുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനാണ് ക്രോസ് കട്ടിംഗ് ഓർ പാരലൽ എഡിറ്റിംഗ് എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ സിനിമയിൽ ധാരാളമായി കാണുന്നതാണ്. നെക്സ്റ്റ് പാർട്ട്, മൊണ്ടാഷ്.
It is a technique in film editing in which a series of short shots are edited into a sequence to condense space, time and information. സമയം, സ്പേസ്, ഇൻഫർമേഷൻ ഇതിനൊക്കെ കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോട്ടുകളായിട്ട് അവതരിപ്പിക്കുന്നതിനെയാണ് മൊണ്ടാഷ് എന്ന് പറയുക. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. റഷ്യൻ ഫിലിം മേക്കർ ആയിരുന്ന സെർജി ഐസൻസ്റ്റൈൻ എന്ന് പറയുന്ന ആളാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമുണ്ട് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. അതിലെ സിനിമ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ്. പിന്നെ കപ്പലിൽ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു കപ്പൽ തൊഴിലാളികൾ. അപ്പോൾ ആ കപ്പൽ പിന്നെ അടയുന്ന സമയത്ത് കരയിലേക്ക് എത്തുന്ന സമയത്ത് ഈ തൊഴിലാളികളെ വെയിറ്റ് ചെയ്തിട്ട് അവരുടെ കുടുംബക്കാരും റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കുകയാണ് ഒഡേസ സ്റ്റെപ്പിൽ. ഒഡേസ എന്നുള്ള സ്ഥലത്തിൻ്റെ പേരാണ്. അവിടുത്തെ സ്റ്റെപ്പ് ഒരു വലിയ വലിയ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേരെ പോലീസ് വെടിയുതിർക്കുന്നു. അപ്പോൾ അതിലാളുകൾ മരിച്ചു വീഴുന്ന രംഗമുണ്ട്. വെടിവെക്കൽ ഒറ്റ സമയം നടക്കുന്നതാണല്ലോ. ഒറ്റ സമയത്ത് നടക്കുന്ന ഒരു 2 മിനിറ്റ് നേരത്തെ ഒരു വെടിവെപ്പാണ് നടക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ 18 മിനിറ്റോളം വരുന്നുണ്ട് ആ സീക്വൻസ് എന്നാണ് എൻ്റെ ഓർമ്മയിൽ. 18 മിനിറ്റോളം വരുന്ന പിന്നെ ഷൂട്ടിംഗ് ആണ്, അത് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു കുട്ടി കേൾക്കുന്നു, ആ കുട്ടി മറിഞ്ഞ് വീഴുന്നു, മരിക്കുന്നു. ഒരു ചെറിയ കുട്ടിയെ പിന്നെ ഒരു തൊട്ടിലുണ്ട്, നമ്മളെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന തൊട്ടിൽ. ആ തൊട്ടിലിൽ കുട്ടി ഇങ്ങനെ കിടത്തിട്ട് അതിങ്ങനെ ആ സ്റ്റെപ്പിൽ മുകളിലൂടെ ഇങ്ങനെ ഉരുണ്ട് വരുന്നതിൻ്റെ രംഗം. പ്രായമായ ഒരാൾക്ക് വെടിയേൽക്കുന്നതിൻ്റെ രംഗം. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഷോട്ടുകൾ വെച്ചിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പലപ്പോഴും നമ്മൾ പിന്നെ പല സിനിമയിലും കാണുന്നതാണ്. പല വീഡിയോ ഇപ്പോൾ ചില ടെലിവിഷൻ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്ന സമയത്ത് ആ പ്രോഗ്രാമിൻ്റെ മൊത്തം ആക്ടിവിറ്റീസ് ചുരുക്കം ഇങ്ങനെ ചെറിയ ചെറിയ ഷോട്ടുകളാക്കി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിനെയാണ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. It is a technique in film editing in which a series of short shots are edited into a sequence to condense space, time and information. The term has been used in various contexts. It was introduced to cinema primarily by Eisenstein എന്ന് പറയുന്ന ആള്. An early Russian directors used it as a synonym for creative editing. In Russia they used it as part of creative editing. In France the word montage simply denotes cutting. ഫ്രഞ്ച് ഭാഷയിൽ അതിന് കട്ടിങ് എന്നാണ് അർത്ഥം. ആദ്യത്തെ ഫിലിം ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ ബൈ സെർജി ഐസൻസ്റ്റൈൻ. The montage sequence is usually used to suggest the passage of time. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? passage of time നെ കാണിക്കാൻ. rather than to create symbolic meaning as it does in Soviet montage theory. സോവിയറ്റിൽ റഷ്യയിൽ അതൊരു സിംബോളിക് ആയിരുന്നു. ഒരു കുറേ സിമ്പലുകൾ ഇപ്പോൾ പിന്നെ അധികാരത്തിനെതിരെയുള്ള പിന്നെ ഒരു സിമ്പലൊക്കെ ആയിട്ടാണ്, സാറിസ്റ്റ് ഭരണത്തിൻ്റെ അധികാരത്തിനെതിരെയുള്ള സിമ്പലൊക്കെ ആയിട്ടാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ്റെ ആ ഒരു രംഗമൊക്കെ കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഇപ്പോൾ അത് ടൈമും സ്പേസൊക്കെ പെട്ടെന്ന് കടന്നു പോയി എന്നറിയാൻ വേണ്ടിയിട്ട് ആണ് കാണിക്കുന്നത്. പല ഫ്ലാഷ് ബാക്കുകളൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട് മോഡേൺ സിനിമയിൽ. From 1930s to 1950s, montage sequences often combine numerous short shots with special optical effects, fades, dissolve, split screens, double and triple exposure, dance and music. ഇന്നത്തെ കാലത്ത് പിന്നെ 1930-50 ഇടയിൽ വ്യത്യസ്തമായ തരത്തിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇഫക്ട്സ്, ഫേഡിങ്ങും ഫേഡ് ഔട്ടും ഫേഡ് ഇന്നും നിങ്ങൾക്കറിയാം, അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു. ഡിസോൾവും ഫേഡിങ്ങും ഫേഡ് ഔട്ടും പോലെ തന്നെ മറ്റൊരു സാധനമാണ് ഡിസോൾവിങ്. നമ്മൾ മൊബൈലിലൊക്കെ ഉള്ളൊരു സാധനം ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. സ്പ്ലിറ്റ് സ്ക്രീൻ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഡബിൾ ആൻഡ് ട്രിപ്പിൾ എക്സ്പോഷേഴ്സ്, ഒരേ സ്ക്രീൻ തന്നെ 2, 3, 4 ഒക്കെ ചെറിയ ചെറിയ സ്പോട്ടുകളായിട്ട് കാണിക്കുന്നത്. ഡാൻസ് ആൻഡ് മ്യൂസിക് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മൊണ്ടാഷ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടത് ഹൂ മെയ്ഡ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ, ഹൂ ഈസ് ദ ഡയറക്ടർ ഓഫ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. So next editing part, continuity editing, is the process in a film and video creation of combining more or less related shots. റിലേറ്റഡ് ആയിട്ടുള്ള ഷോട്ടുകൾ അടുത്തടുത്ത് വെക്കുന്നതിന്, നേരത്തെ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ പറഞ്ഞ അതേപോലെ തന്നെ ഏകദേശം. or different components cut from a single shot into a sequence to direct the viewer's attention to a pre-existing consistency of a story across both time and physical location.
വലിയ ഷോട്ടുകളിൽ നിന്ന് ചെറിയ ചെറിയ ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരൻ്റെ പ്രീ എക്സിസ്റ്റിംഗ് കൺസിസ്റ്റൻസി, നമ്മൾ അതിൻ്റെ ഒരു തുടർന്ന് പോക്കുണ്ട്, അതിനനുസരിച്ചിരിക്കുന്ന രൂപത്തിൽ വ്യൂവേഴ്സ് അറ്റൻഷൻ കിട്ടുന്ന രൂപത്തിൽ കണ്ടിന്യൂറ്റി ഇങ്ങനെ പോവുക. ഒരേപോലെ തന്നെ മറ്റൊരു അർത്ഥത്തിൽ ലീനിയർ എഡിറ്റിംഗ് എന്നും കൂടെ നമുക്ക് പറയാം. ഒരേപോലെ ഇങ്ങനെ പോകുന്നതിനെയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്ന് പറയാം. ഒരേപോലെ ക്രോണോളജിക്കൽ കാലഗണനക്കൊക്കെ അനുസരിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ സീക്വൻസിനനുസരിച്ചിട്ട് നമ്മുടെ ബോധത്തിനനുസരിച്ച് കൊണ്ടുപോകുന്നതിനെയാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. Continuity editing can be divided into two categories: temporal continuity, spatial continuity. Temporal continuity എന്നാൽ സമയത്തിനനുസരിച്ച്, സമയം ഇപ്പോൾ പിന്നെ രാവിലെ പ്രഭാതമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ളത്, രാത്രിയല്ല പിന്നെ കാണിക്കുന്നത്, കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, അങ്ങനെയൊക്കെയുള്ള ടെമ്പോറൽ. പിന്നെ വയസ്സാണെങ്കിൽ ഒരാളുടെ 15 വയസ്സാകുമ്പോൾ പിന്നെ ഒരു 20 അല്ലെങ്കിൽ 30 വയസ്സ് അങ്ങനെയൊക്കെ കാണിക്കുന്നു. പിന്നെ സ്പേഷ്യൽ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കാണിച്ചു, തൊട്ടടുത്ത നിമിഷം വേറെ എവിടെ ഇംഗ്ലണ്ടിൽ കാണിച്ചു, തൊട്ടടുത്ത നിമിഷം ഇവിടെ കാണിച്ചു, അങ്ങനെയൊന്നും ഇല്ലാതെ സ്പേഷ്യൽ കണ്ടിന്യൂറ്റി. ദ ഇമ്പോർട്ടൻറ്റ് വേസ് ടു പ്രിസർവ് ടെമ്പോറൽ കണ്ടിന്യൂറ്റി ആർ അവോയ്ഡിങ് ദ എലിപ്സിസ്. ഇതിൽ ചെറിയ സ്പേസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എൻ്റെ സ്ലൈഡിൽ സ്പേസിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങൾ വായിക്കുന്നതിനനുസരിച്ച് അതിന് സ്പേസ് കൊടുക്കണമെന്ന് ഞാൻ പറയാണ്. അവോയ്ഡിങ് ദ എലിപ്സിസ്. എലിപ്സിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു കട്ട് ചെയ്യുന്ന സമയത്ത്, ഫിലിം കട്ടിങ് നടത്തുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടിപ്പോയിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു ഭാഗം എടുത്തു വെക്കുന്നതിനാണ് എലിപ്സിസ് എന്ന് പറയുക. അത് ഒഴിവാക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സമയം കാണിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊന്ന് കാണിക്കുന്നു, ഒരു ബന്ധമില്ലാത്തത്. യൂസിങ് കണ്ടിന്യൂസ് ഡയജസ്റ്റിക് സൗണ്ട്. ഡയജസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ പറഞ്ഞു പോകുന്നത്. മൈമറ്റിക് എന്നുള്ളതിൻ്റെ മറ്റൊരു സാധനമാണ് ഡയജസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് ഡയജറ്റിക്സ് എന്ന് പറയുന്നത് അത് ഒരാൾ കഥ നരേഷൻ്റെ ഭാഗമാണ്. നരേറ്റീവ് ടെക്നോളജിയിൽ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു തിയറിയാണ്. നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഡയജറ്റിക് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരെ കഥ പറയുന്ന സമയത്ത് നമ്മൾ നേരെ പറയുക ചെയ്യുക. പിന്നെ ഈ കഥ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ പിന്നെ ഒരാളുടെ മരണം ആദ്യം പറഞ്ഞ് പിന്നീട് അയാളുടെ കഥയിലേക്ക് പോയിട്ട് അയാളുടെ കുട്ടിക്കാലം പറഞ്ഞ് പിന്നെ അയാളുടെ യുവത്വം പറഞ്ഞ് അങ്ങനെ വരലുണ്ടാവില്ല. നമ്മൾ ലീനിയർ ഓർഡറിൽ ഇങ്ങനെ പണ്ടൊരു സ്ഥലത്തൊരു കുട്ടി ജനിച്ചു, ആ കുട്ടി വലുതായി, അങ്ങനെയുള്ള ലീനിയർ ഓർഡറിലാണ് നമ്മൾ പോവുക. ആൻഡ് യൂട്ടിലൈസിങ് ദ മാച്ച് ഓൺ ആക്ഷൻ ടെക്നിക്ക്. മാച്ച് ഓൺ ആക്ഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്. ഓരോ ആക്ഷനിലും മാച്ച് ആവുന്ന തരത്തിലുള്ള ഷോട്ടുകൾ ഉപയോഗിച്ചിട്ട് എഡിറ്റിംഗ് നടത്തുന്നതിനാണ് മാച്ച് ഓൺ ആക്ഷൻ എന്ന്. അതിൻ്റെ സമാനമായ ഒന്ന് നമുക്ക് വരുന്നുണ്ട് അതിന് ശേഷം. കണ്ടിന്യൂറ്റി കട്ട്സ്. ദീസ് ആർ കട്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ആണ്, കണ്ടിന്യൂറ്റി കട്ട്സ് ആണ്. ദീസ് ആർ കട്ട്സ് ടേക്ക് us seamlessly and logically from one sequence over scene to another. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് കട്ട് ചെയ്ത് പോകുന്നതിന് കണ്ടിന്യൂറ്റി കട്ട് എന്ന് പറയും. മറ്റേ എഡിറ്റിംഗ് ആണ്. കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് മൊത്തം എഡിറ്റിംഗ് നടത്തുന്നതാണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഇത് ഒരു കട്ടിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കട്ട് ചെയ്ത് പോകുന്നതിന് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ദിസ് ഈസ് an unobtrusive cut that serves to move the narrating along. നരേഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട്, നരേഷനെ ഒരേ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള അൺഒബ്സ്ട്രൂസീവ്, നമ്മളെ ഉള്ളിലേക്ക് ഒന്നിനെയും പിന്നെ പെനട്രേറ്റ് ചെയ്യാത്തൊരു തരത്തിൽ നമുക്ക് ആ നരേഷനെ മനസ്സിലാക്കാൻ പറ്റുന്ന കട്ടുകളാണ് കണ്ടിന്യൂറ്റി കട്ടുകൾ എന്ന് പറയുന്നത്. മാച്ച് കട്ട്, ആൾസോ കാൾഡ് ഗ്രാഫിക് മാച്ച്. ഫ്രഞ്ചിൽ അതിന് റാക്കഡ് എന്നാണ് പറയുക. ഇസ് എ കട്ട് in film editing between either two different objects, two different spaces, or two different compositions in which an object in the two shots graphically match, often helping to establish a strong continuity of action and linking the two shots metaphorically. നല്ല കണ്ടിന്യൂറ്റി ആക്ഷൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് മാച്ച് കട്ട് എന്ന് പറയുന്നത്. മാച്ച് ആകുന്ന രൂപത്തിൽ അതിനെ ആകുന്ന ഷോട്ടുകൾ എടുത്ത് മറ്റേതിലേക്ക് വെക്കുക. ചിലപ്പോൾ ഏജിൽ മറ്റേതിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ മാച്ച് ആകും നമുക്ക് തോന്നുന്ന രൂപത്തിൽ ഒരു സ്ട്രോങ് കണ്ടിന്യൂറ്റി ഓഫ് ആക്ഷൻ കാണിക്കാൻ പറ്റുന്ന രൂപത്തിൽ ടു ഷോട്ടുകളെ മെറ്റഫോറിക്കലി നമ്മൾ എടുത്തു വെക്കുക. കണ്ടിന്യൂറ്റി ആക്ഷൻ്റെ ഭാഗമായിട്ട്
വെക്കുക. അതൊക്കെ ഇപ്പോൾ ഉദാഹരണം, അതിൽ ഉള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു ട്രെയിനിൽ ഒരാൾ കയറി പോകുന്നു. ആ ട്രെയിനിൽ അയാൾ കയറി പോകുന്നതിൻ്റെ ബാക്കിൽ നിന്ന് ട്രെയിൻ അങ്ങനെ ദൂരേക്ക് പോകുന്ന ഷോട്ട്. ഈ ഷോട്ട് സിംബോളിക്കാണ്. അയാൾ തിരിച്ചു വരാത്തൊരു പോക്കാണ് പോകുന്നതെന്നുള്ള ഷോട്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ അയാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നതോ മറ്റോ കാണിച്ചാൽ മാച്ച് കട്ടാണത്. ജംപ് കട്ട്, where there is no match between two spliced shots. രണ്ട് കട്ടുകൾ, മാച്ച് ഇല്ലാത്ത രണ്ട് ഷോട്ടുകൾ അടുത്തടുത്ത് വെക്കുന്നതിനാണ് ജംപ് കട്ടുകൾ എന്ന് പറയുക. വിത്തിൻ എ സീക്വൻസ് ഓർ മോർ പർട്ടിക്കുലർലി എ സീൻ, ജംപ് കട്ട് ഗീവ് ദ ഇഫക്റ്റ് ഓഫ് ബാഡ് എഡിറ്റിംഗ്. ഒരിക്കലും മാച്ച് അല്ലാത്ത രണ്ട് ഷോട്ടുകൾ അടുത്തടുത്ത് വെക്കുമ്പോൾ അതെന്ത് ചെയ്യും? ജംപ് കട്ട്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും എഡിറ്റിങ്ങിൽ ഒരു ബാഡ് എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. ദ ഓപ്പോസിറ്റ് ഓഫ് എ മാച്ച് കട്ട്, ദ ജംപ് കട്ട്, ഈസ് an abrupt cut between two shots that calls attention to itself because it does not match the shots seamlessly. മാച്ച് അല്ലാത്ത രൂപത്തിൽ രണ്ട് കട്ടുകളെ യോജിപ്പിച്ച് നിർത്തുക, രണ്ട് ഷോട്ടുകളെ യോജിപ്പിച്ച് നിർത്താണ് മാച്ച് കട്ട് എന്ന് പറയുന്നത്. ആ കട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്, അതാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും ജംപ് കട്ടിനെ ഉപയോഗിക്കുന്നവരുണ്ട്. ജംപ് കട്ടിനെ ചാടി മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്ന കട്ടുകൾ ഉപയോഗിക്കലുണ്ട്. ഇന്ന് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, ഒരു ഫ്രൈ ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൊക്കെ ജംപ് കട്ട് വളരെ കൂടുതൽ കാണാൻ പറ്റും. ഒരു ആക്ഷനിൽ നിന്ന് പെട്ടെന്ന് ജമ്പ് ചെയ്ത് മറ്റൊരു ആക്ഷനിലേക്ക് പോവുക, ജംപ് കട്ട്. അതിന്ന് ഒരു ഫാഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ഫിലിമിലൊന്നും അത് ഉപയോഗിക്കലില്ല. 30 ഡിഗ്രി റൂൾ എന്താണെന്നുള്ളത് ഇവിടെ നോക്കൂ. ഇത് ഒരു ഒബ്ജക്റ്റിന് നേരെ ക്യാമറ വെച്ചതാണ്. ഒരാളുടെ നേരെ ക്യാമറ വെക്കുന്നു. ഫ്രണ്ടിൽ നിന്നൊരു ക്യാമറയും സൈഡിൽ നിന്നൊരു ക്യാമറയും. അത് രണ്ടും ഒരു ക്യാമറ തന്നെ ആവാം. ഇയാൾ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുക. മറ്റേ ആളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ലോങ് ഷോട്ട് ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നു, സൈഡിൽ നിന്ന് അയാളുടെ ഒരു ക്ലോസപ്പ് ഷോട്ട് എടുക്കുന്നു. ഇത് 30 ഡിഗ്രി മാറിയിട്ടാണ് ഈ ക്യാമറകൾ രണ്ടും ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി, ഒരാളുടെ ഫ്രണ്ടിൽ നിന്ന് ലോങ് ഷോട്ടും അല്ലെങ്കിൽ ഒരു മിഡിൽ ഷോട്ട്, സൈഡിൽ നിന്ന് ക്ലോസപ്പ് ഷോട്ടും. ഒരാൾ പ്രസംഗിക്കുന്നതിൻ്റെ, അയാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ആകുന്ന സമയത്ത് ലോങ് ആയിട്ട് ഫ്രണ്ടിൽ നിന്നിട്ടും സൈഡിൽ നിന്നുള്ള ക്ലോസപ്പ് ആയിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ഒരാൾ മാറി എടുക്കുമ്പോൾ അത് ഒരാളുടെ ഒരേ വീഡിയോ എടുക്കുന്ന സമയത്ത് 30 ഡിഗ്രി റൂൾ നമ്മൾ മാറി എടുക്കണം എന്നാണ് പറയുന്നത്. The 30 degree rule is a basic film editing guideline that states that camera should move at least 30 degrees between shots of the same subject occurring in succession. ഒരേപോലെ വരുന്ന ഷോട്ടുകളിൽ 30 ഡിഗ്രി മാറിയിട്ട് ക്യാമറ ഉപയോഗിക്കണം എന്നതാണ്. ഒരേ ഷോട്ടാണ് വരുന്നതെങ്കിൽ ഫോളോയിങ് ദിസ് റൂൾ മേ ഓഫ് സോഫ്റ്റൻ ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചിങ് ഷോട്ട് ഡിസ്റ്റൻസ്. ഷോട്ടിൻ്റെ ഡിസ്റ്റൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. സച്ച് ആസ് ചേഞ്ചിങ് ഫ്രം മീഡിയം ഷോട്ട് ടു എ ക്ലോസപ്പ് ഓർ ടു എക്സ്ട്രീം ക്ലോസപ്പ്. ഒരു മീഡിയം ഷോട്ടിൽ നിന്നൊരു ക്ലോസപ്പിലേക്ക്, ക്ലോസപ്പ് ഷോട്ടിൽ നിന്ന് എക്സ്ട്രീമിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചില ഇൻ്റർവ്യൂ ഒക്കെ ശ്രദ്ധിക്കുന്ന, നമ്മൾ റിയാലിറ്റി ഷോകൾ കാണുന്ന സമയത്ത് ക്യാമറകൾ ഇങ്ങനെ മാറി വരുമ്പോൾ നമ്മൾ എവിടെയാണ് ക്യാമറ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വേണം. റിയാലിറ്റി ഷോ, നിങ്ങൾ വെറുതെ അല്ല ഭാര്യ, എൻ്റെ മനസ്സിൽ വരുന്ന കുറേ റിയാലിറ്റി ഷോകളാണ് ഞാൻ പറയുന്നത്. വെറുതെ അല്ല ഭാര്യ, അതേപോലെ തന്നെ ബഡായി ബംഗ്ലാവ് ഒക്കെയുള്ള റിയാലിറ്റി ഷോസ് ഉണ്ടല്ലോ, സ്റ്റേജിൽ വെച്ച് നടത്തുന്നത്. അതിലെവിടെയൊക്കെയാണ് ക്യാമറ വരുന്നതെന്ന് നിങ്ങളുടെ മനസ്സ് വെച്ച് നോക്കട്ടെ. ചിലത് 30 ഡിഗ്രി റോളിലായിരിക്കും, ചിലത് നേരെ പറഞ്ഞ പോലത്തെ 180 ഡിഗ്രി റൂളിലായിരിക്കും. 180 ഡിഗ്രി റൂൾ എവിടെയാണെന്നുള്ളത് ഇവിടെ നോക്കും. രണ്ട് പേരും മുഖാമുഖമെന്ന് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാണ്. ഇപ്പം എ ബി, അതിൽ എ ആണ് ഇപ്പോൾ സംസാരിച്ച് കൊണ്ടിരിക്കുകയാണെങ്കിൽ ബിയുടെ ബാക്കിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് ഏകദേശം മാറിയിട്ടാണ് നമ്മൾ ക്യാമറ ഉപയോഗിക്കുക. കാരണം മറ്റേയാളുടെ മുഖത്തേക്ക് കിട്ടാൻ, ഇയാളുടെ ഷോൾഡറിന് മുകളിലൂടെ. ഇനി ബി സംസാരിക്കുന്ന സമയത്ത് എയുടെ ഷോൾഡറിന് മുകളിലൂടെയാണ് ബി എടുക്കുക. അപ്പോൾ 180 ഡിഗ്രി ക്യാമറ തിരിഞ്ഞു. ഇത് മുഖാമുഖം സംസാരിക്കുമ്പോൾ ക്യാമറ ഉപയോഗിക്കേണ്ട രീതിയാണ്. 180 degree rule, a basic guideline regarding on-screen spatial relationship between a character and another character object within a scene. ഒരു സീനിൽ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്പേഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് an imaginary line called the axis
അതിന് ആക്സിസ് എന്നാണ് ആ ലൈനിന് പറയട്ടോ. കണക്ട്സ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ബൈ കീപ്പിംഗ് ദ ക്യാമറ ഓൺ വൺ സൈഡ് ഓഫ് ദിസ് ആക്സിസ് ഫോർ every shot in the scene, the first character will always be framed right of the second character, who is then always from left of the first character. ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ ലെഫ്റ്റിലായിരിക്കും റൈറ്റിലായിരിക്കും സെക്കൻഡ് ക്യാരക്ടർ വരിക, സെക്കൻഡ് ക്യാരക്ടറിൻ്റെ ലെഫ്റ്റിലായിരിക്കും ഫസ്റ്റ് ക്യാരക്ടർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരുന്നത് നമുക്ക് ക്യാമറ വെക്കുമ്പോൾ മനസ്സിലാവും. If the camera passes over the axis, it is called jumping the line or crossing the line. ആ ക്യാമറ ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ജമ്പിൻ ദ ലൈൻ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ജമ്പിൻ ദ ലൈൻ ഓർ ക്രോസിങ് ദ ലൈൻ എന്നുള്ള ഒരു പേരും കൂടെ അതിനുണ്ട്. കളർ ഇൻ ഫിലിം, ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞാനിത് വായിക്കുന്നില്ല, ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് കളറിൽ. ആദ്യ സമയത്ത് ചെറിയ സ്പേസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഭാഗങ്ങൾ തന്നെയാണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് നമ്മൾ കളറിലേക്ക് എത്തി. ആദ്യത്തെ കളർ ഫിലിം എന്ന് പറയുന്നത് ദ ജാസ് സിംഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന കളറാണ് എന്ന ഫിലിമാണ്. ജാസ് സിംഗർ, സോറി കളർ ഫിലിമിൻ്റെ ഇത് ഞാൻ കൊടുത്തിട്ടില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കളർ ഫിലിം എന്ന് പറയുന്നത് ഝാൻസി കി റാണിയാണ്, അതിൽ കൊടുത്തിട്ടില്ല. ഝാൻസി കി റാണിയാണ്. പിന്നെ കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ ഫിലിം. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം ഝാൻസി കി റാണിയാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ നിന്ന് നമ്മൾ പതുക്കെ കളർ ഫിലിമിലേക്ക് എത്തി. കളർ ഫിലിമിൽ നിന്ന് നമ്മൾ പതുക്കെ ടിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ചെറിയ പിന്നെ ഒരു തരത്തിലുള്ള എന്താ പറയുക, എ പ്രോസസ് ഇൻ വിച്ച് ഐദർ ദ എമൾഷൻ ഓർ ദ ഫിലിം ബേസിസ് ഡൈഡ് ഗിവിങ് ദ ഇമേജ് എ യൂണിഫോം മോണോക്രോമാറ്റിക് കളർ. അതിൻ്റെ ക്രോമയിലുള്ള അതിൻ്റെ പിൻഭാഗങ്ങളൊക്കെ പിൻ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഒരു പ്രത്യേക കളർ കൊടുക്കുന്ന, ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വേറെ കളർ കൊടുക്കാൻ പറ്റുന്ന കളർ ക്യാമറകൾ വന്നു, കളർ ഫിലിം വന്നു. ഇന്നിപ്പോൾ ടോണിങ് ലാസ്റ്റ് പാർട്ട് റീപ്ലേസസ് ദ സിൽവർ പ്രാക്ടീസസ് particles in the film with metallic salts ornamented dyes. മെറ്റലിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സിൽവർ പാർട്ടിക്കിൾ ഒരു പ്രത്യേക കളർ ഉപയോഗിച്ചിട്ട് കളർ ഇഫക്റ്റുകൾ കൊടുത്തിട്ട് ഇമേജിനെ പുറത്തേക്ക് തള്ളി നിർത്തുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്ന, ടോണിങ് കൊടുക്കാൻ പറ്റുന്ന പിന്നെ കളർ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായ സംഭവങ്ങൾ കളർ ഫിലിമിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സൗണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സൗണ്ട് ഫിലിം ആദ്യം ഉണ്ടായിരുന്നത് സൈലൻറ്റ് ഇറ ആയിരുന്നു. സൈലൻറ്റ് ഇറ ഏകദേശം 20s വരെ നീണ്ടു വന്നു, 1920 വരെ. 1895 ആദ്യത്തെ 1901 ആദ്യത്തെ ഫിലിം ലൂമിയർ ബ്രദേഴ്സ് കണ്ടെത്തി. 1920 വരെ സൈലൻറ്റ് ഇറ ലോകത്ത്. പിന്നെ അതിനുശേഷം ഇങ്ങനെ പതുക്കെ 1927 ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ജാസ് സിംഗറാണ് ആദ്യത്തെ സൗണ്ട് ഫിലിം. സൗണ്ട് പിക്ചേഴ്സിന് നമ്മൾ ടാക്കി പിക്ചേഴ്സ് എന്നറിയപ്പെടും. ടാക്കി പിക്ചേഴ്സ്, അതിന് ടാക്കീസ് എന്നും പറയും. ടാക്ക് സംസാരിക്കുന്നതെന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ടാണ് ടാക്കീസ് സിനിമാസ് ഹാളുകൾക്ക് നമ്മൾ ടാക്കീസ് എന്ന പേര് പറഞ്ഞിരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ്, നിശബ്ദചിത്രം വിഗതകുമാരനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് രാജ ഹരിശ്ചന്ദ്ര, ദാദാ സാഹബ് ഫാൽക്കെയുടെ ഹരിശ്ചന്ദ്രയാണ് ആദ്യത്തെ ചിത്രം. 1912 ഡേറ്റ് നോട്ട് വെച്ച് വെച്ചോളൂ. 1913 പുണ്ടലിക് എന്ന് പറയുന്ന മറ്റൊരു സിനിമ ഉണ്ടായിരുന്നു, ആർ.ജെ. ടോണിയുടെ മറ്റൊരു സിനിമ. അത് ആദ്യത്തെ സിനിമയെ അംഗീകരിക്കില്ല, കാരണം അതൊരു നാടകമായിരുന്നു. അവർ നാടക രൂപത്തിൽ തന്നെ ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഫിലിമായിട്ട് ആദ്യം വന്നിട്ടുള്ളത് രാജ ഹരിശ്ചന്ദ്ര ആണ് ആദ്യത്തേത്. ദാദാ സാഹിബ് ഫാൽക്കെയുടേതായിരുന്നു ഫിലിം. ആദ്യത്തെ ശബ്ദചിത്രം ആർദേശിർ ഇറാനിയുടെ പിന്നെ ആലം ആര 1929 അത് ഇറങ്ങിയിട്ടുള്ളത് ഇന്ത്യയിൽ. ആദ്യത്തെ കളർ ചിത്രം ഝാൻസി കി റാണി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിലെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ വാച്ചിങ് ദ ഫിലിം, വാച്ചിങ് ദ വീഡിയോ. ഓക്കെ,
താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ ബി എന്ന് പറയുന്നത് ആദ്യത്തെ ടോക്കി ഫിലിം ഏതാണ്? ആദ്യത്തെ ടോക്കി, ദ ഫസ്റ്റ് ടോക്കി ഇൻ ദ വേൾഡ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ.